നാണംകെട്ട തോൽവിയാണ് CPM-ന് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരിടേണ്ടി വന്നത്. പക്ഷേ നാണം കെട്ട് കയ്യും കെട്ടി മാറി നിന്നാൽ ഇനിയും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് CPM-ന് കൃത്യമായി വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPM മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ NDA തൂത്തുവാരിയത് എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ LDF-ഉം UDF-ഉം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPM RP ശിവജി മേയർ സ്ഥാനാർത്ഥിയാകും. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലാണ് തീരുമാനം. ഇതിനിടെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് UDF-ഉം അറിയിച്ചു. സ്ഥാനാർത്ഥിയെ 24-ന് തീരുമാനിക്കും. 24-ന് കൗൺസിലർമാരുടെ യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതേസമയം ഏറെക്കാലം നീണ്ടുനിന്ന ഇടതുഭരണം അവസാനിപ്പിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നത്. വലിയ ആവേശത്തോടെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാനെത്തിയത്. തലസ്ഥാനത്തെ മേയർ ആരായിരിക്കുമെന്നതിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുമെന്ന് LDF-ഉം UDF-ഉം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഘോഷയാത്രയായാണ് BJP അംഗങ്ങൾ കോർപ്പറേഷനിലേക്ക് എത്തിയത്. ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷനും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറും മറ്റ് പ്രമുഖ നേതാക്കളും. BJPക്ക് R ശ്രീലേഖയോ VV രാജേഷോ അതോ അപ്രതീക്ഷിത മേയർ വരുമോ എന്നും തീരുമാനമായിട്ടില്ല. ഭൂരിപക്ഷമില്ലാത്തതിനാൽ CPM ജയിക്കാൻ സാധ്യതയില്ലെങ്കിലും മത്സരമില്ലാതെ BJP കടന്നുകൂടേണ്ടെന്ന വിലയിരുത്തലിലാണ് പാർട്ടി തീരുമാനം. പുന്നയ്ക്കാമുകൾ വാർഡിൽ നിന്നുള്ള കൗൺസിലർ RP ശിവജി മത്സരിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നപ്പോൾ പലയിടത്തും നാടകീയ രംഗങ്ങൾ. സ്വന്തം പേര് പറയാൻ മറന്നവർ മുതൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയവർ വരെയുണ്ട്. അയ്യപ്പൻ, ശാസ്താവ്, ശ്രീരാമൻ, അല്ലാഹു തുടങ്ങിയവരുടെ നാമത്തിലും ഭരണഘടനയുടെ പേരിലും ഭാരതാംബയുടെ പേരിലും ചില അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെയും പൊയ്കയിൽ കുമാരഗുരുവിന്റെയും നാമങ്ങളും ഉയർന്നു. VS ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളുടെയും രക്തസാക്ഷികളുടെയും ബലിദാനികളുടെയും പേരിലും പ്രതിജ്ഞ എടുത്തവരുമുണ്ട്. പ്രതിഷേധം ഉയർന്നതോടെ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച പ്രകാരമുള്ള വാചകം ഏറ്റുപറയിപ്പിച്ച് ഇവരെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. എന്നാൽ ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ ആരും തടസ്സം ഉന്നയിച്ചില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് BJP പ്രവർത്തകർ RSS ഗണഗീതം ആലപിച്ചതിൽ CPM-ഉം കോൺഗ്രസും പ്രതിഷേധിച്ചു. ചടങ്ങ് കാണാനെത്തിയ പ്രവർത്തകരാണ് ഗണഗീതം ആലപിച്ചത്. മാറാത്തത് ഒടുവിൽ തലസ്ഥാനത്ത് മാറ്റിയിരിക്കുകയാണ് BJP NDA പ്രവർത്തകർ. ജനങ്ങൾ, വോട്ടർമാർ NDAയ്ക്കൊപ്പം അണിനിരന്നു. പത്മനാഭ സന്നിധിയിൽ നിന്നും പാളയത്തേക്ക് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് NDA അംഗങ്ങൾ ശ്രീ പത്മനാഭനെ വണങ്ങി പദയാത്രയായി പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം കാൽനടയായി നഗരസഭയിലെത്തിയാണ് BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന BJP നേതാക്കളും പങ്കെടുത്തു. BJP കോൺഗ്രസ് അംഗങ്ങൾ ദൈവനാമത്തിലും CPM അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ ചൊല്ലിയുമാണ് അധികാരമേറ്റത്. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നാലെ മറ്റംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ആക്കുളം വാർഡിൽ നിന്ന് വിജയിച്ച BJPയുടെ അഡ്വക്കേറ്റ് മിനി PS ബലിദാനികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വിനോദാർ ഭാരതമാതാവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കടകംപള്ളി വാർഡിൽ നിന്നും വിജയിച്ച BJPയുടെ ജയരാജീവ് അയ്യപ്പ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഫോർട്ട് വാർഡിൽ നിന്നും വിജയിച്ച BJPയുടെ ഹരികുമാർ S, പെരുന്താന്നി വാർഡിൽ നിന്നും വിജയിച്ച BJPയുടെ ദീപ S നായർ എന്നിവർ ശ്രീ പത്മനാഭ സ്വാമിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കരിമം വാർഡിൽ നിന്നും വിജയിച്ച BJPയുടെ ആശാനാഥ് ഭാരതാംബയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കരമന വാർഡിൽ നിന്നും വിജയിച്ച BJPയുടെ കരമന അജിത്ത് സംസ്കൃതത്തിലാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉടനീളം നഗരസഭയ്ക്കുള്ളിൽ പരമപവിത്രമാവി മണ്ണിൽ പാടി BJP പ്രവർത്തകർ നിലയുറപ്പിച്ചിരുന്നു. നഗരസഭയിൽ ഉയർന്ന ജയ് ഭാരത് മാത എന്ന മുദ്രാവാക്യവും ഉയർന്നു കേൾക്കാമായിരുന്നു. നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ BJP പ്രവർത്തകർ വിവിധ ഗണഗീതങ്ങൾ ആലപിച്ചു. മുതിർന്ന കൗൺസിൽ അംഗം നന്ദൻകോട് നിന്ന് വിജയിച്ച KR ക്ലീറ്റസിന്റെ അധ്യക്ഷതയിൽ ആദ്യ കൗൺസിൽ യോഗം ചേർന്നു. ഇതാദ്യമായാണ് തിരുവനന്തപുരം നഗരസഭയിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നത്. 101 ഡിവിഷനുകളിൽ 50 സീറ്റുകളാണ് BJP നേടിയത്. മേയർ, മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-നും ഡെപ്യൂട്ടി മേയർ, വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് 2:30-നും തെരഞ്ഞെടുപ്പ് നടക്കും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ന് രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 2:30-നും നടക്കും.